കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ ടൊമാറ്റോ സോസ് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 4 കഷ്ണമാക്കി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി, കുരുമുളക്, ഗ്രാമ്പൂ, വറമുളക്, കല്ലുപ്പ് എന്നിവ ചേർത്തിട്ട് കുക്കർ അടച്ചു വെക്കാം. എന്നിട്ട് 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നു കഴിയുമ്പോൾ എയറൊക്കെ പോയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത പേസ്റ്റ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ അരിച്ചെടുക്കണം. ഞാൻ ഇവിടെ അരിച്ചൊന്നും എടുത്തിട്ടില്ല. അടുപ്പ് കത്തിച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയും അല്പം സുറുക്കയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പ്ലേറ്റിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. ഈ ടൊമാറ്റോ സോസ് 1 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.